ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ തമിഴിൽ കണ്ടതുപോലെ വീട് വിട്ട് പോവാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ ചെന്നൈയിലേക്ക് പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ബാഗുകളും കാര്യങ്ങളൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് ട്രെയിൻ ഇന്ന് പുനലൂരിൽ നിന്നാണ് ട്രെയിന്. ഒരു 12:55 ട്രെയിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. എവിടെ പോയി വാ? എവിടാ എവിടാ സ്ഥലം എവിടാ? ചെന്നൈ. മമ്മി കൂടെ വരുന്നുണ്ട്. മമ്മി എന്നെ കൊണ്ടുവിടാനായിട്ട് വരുവാണ് കേട്ടോ. അച്ഛന് വരാൻ പറ്റിയില്ല. അപ്പോൾ വീട്ടിൽ അമ്മച്ചി ഉള്ളതുകൊണ്ട് അപ്പച്ചനുണ്ട്. ഇതിന് ഔഷധങ്ങളാണ്. നമ്മുടെ വണ്ടി ഓടിക്കാൻ വേണ്ടി വന്നത്. നമ്മുടെ ഫാമിലി ഫ്രണ്ടാണ് കേട്ടോ. ഇറങ്ങാനുള്ള ടൈമായി. അപ്പം നമ്മുടെ സാധനങ്ങളെല്ലാം കാറിലേക്ക് വെക്കുവാണ് കേട്ടോ. അങ്ങനെ പ്രാർത്ഥിച്ച് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പച്ചൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ ഇറങ്ങുകയാണ് കേട്ടോ. നമ്മുടെ എല്ലാവരുടെയും യാത്രയൊക്കെ ചോദിക്കുകയാണ്. ഇത് പപ്പയുടെ ചേട്ടനാണ്. ചേട്ടൻ്റെ മോളും കൊച്ചുമോനോടാണ് കേട്ടോ. നമ്മളെല്ലാവരുടെയും യാത്രയൊക്കെ പറഞ്ഞ് കുടുംബത്തിലും യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങുകയാണ്. അങ്ങനെ പിള്ളേർ വളരെ സന്തോഷത്തിലാണ്. അവർക്ക് ട്രെയിനിൽ പോയി കുറച്ച് ദിവസം കൊണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഞങ്ങൾ കുറച്ച് ദിവസം കൊണ്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. കുറേ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് കഴിഞ്ഞ് ഞങ്ങൾ അറ്റ് ലാസ്റ്റ് ഞങ്ങൾ യാത്ര തിരിക്കുകയാണ്. അപ്പോഴാണ് വഴിയിൽ നമ്മുടെ വല്യമ്മയെ കണ്ടത്. വല്യമ്മയൊക്കെ ഞങ്ങൾ പോയി യാത്രയൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ വല്യമ്മ എവിടെ പോകുമായിരുന്നു. ആ സമയത്താണ് വല്യമ്മയെ കണ്ടത്. കുഞ്ഞുങ്ങൾ വളരെ എക്സൈറ്റഡ് ആണ് കേട്ടോ. അവർ പപ്പ വീട്ടിൽ പോകണം, ട്രെയിനിൽ കയറണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലാണ്. പാട്ടൊക്കെ പാടി ഒരു അടിച്ച് വിളിച്ചാൽ പോവാണ് കേട്ടോ. അപ്പോൾ കുറേ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇപ്പോൾ യാത്ര ചെയ്യുന്നത് 18-ാം തീയതി ചൊവ്വാഴ്ചയാണ്. അതിന് മുമ്പ് 11 or 12 ചൊവ്വാഴ്ച നമ്മൾ പോകാനായിട്ട് പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷേ അന്ന് അച്ഛനും മമ്മിക്ക് വയ്യാണ്ടായിട്ട് ഹോസ്പിറ്റലൊക്കെ ആയി. അപ്പം നമ്മൾ അച്ഛൻ നാട്ടിൽ വന്നു. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പോയി. അത് കഴിഞ്ഞിട്ട് ആ വീക്ക് തന്നെ വ്യാഴാഴ്ച തിരിച്ച് കയറി വന്നു. അത് കഴിഞ്ഞിട്ട് ആ ഞായറാഴ്ച ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. അപ്പോൾ വെയിറ്റ് ലിസ്റ്റ് ആയിരുന്നു, അത് ക്യാൻസലായി പോയി. അങ്ങനെ നമ്മൾ അറ്റ് ലാസ്റ്റ് നമുക്ക് ചൊവ്വാഴ്ച ടിക്കറ്റ് കിട്ടിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറേ തടസ്സങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ചെന്നൈയിലേക്ക് പോവാണ് കേട്ടോ. നമ്മൾ റെയിൽവേ സ്റ്റേഷനെത്തി. ഇവിടെ കുഞ്ഞുങ്ങളുടെ സ്കൂള് ജൂൺ 12-ാം തീയതി മുതലാണ് ഓപ്പൺ ആയത്. കാരണം ഭയങ്കര ചൂടായതുകൊണ്ട് കുറച്ച് ദിവസം കൂടെ നീട്ടി കൊടുത്തേക്ക് വരുന്നവർക്ക് അവധി. അങ്ങനെ ഇവിടെ സ്കൂളൊക്കെ അന്വേഷിക്കുകയും സ്കൂളിൽ ഇങ്ങനെ അഡ്മിഷനൊക്കെ നോക്കുകയും ചെയ്തു. അപ്പം നമ്മൾ ചേർക്കാൻ പോകുന്ന സ്കൂളിൽ നമ്മളൊരു 10 days കൂടെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വരാൻ പറ്റുള്ളൂ എന്നൊക്കെ അവർ പറഞ്ഞു. അപ്പോൾ അവർ പെർമിഷനൊക്കെ തന്നു. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. നമ്മളൊരു 12:30 ആയപ്പോഴത്തേക്ക് എത്തി. നമ്മുടെ ട്രെയിൻ ഒരു 12:55 വരുന്നത്. അങ്ങനെ നമ്മൾ ട്രെയിൻ എത്തി കേട്ടോ. നമ്മൾ B1 57, 58, 59 ആയിരുന്നു. അങ്ങനെ നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു. നമ്മൾ പപ്പായോടും ഔഷധങ്ങളോടൊക്കെ യാത്ര ചോദിക്കുകയാണ് കേട്ടോ. പപ്പായും വരുന്നില്ല. ഇപ്പോൾ പപ്പായ്ക്ക് ഡ്യൂട്ടി ഉണ്ട്. അപ്പം അതുകൊണ്ട് വരാൻ പറ്റില്ല. അങ്ങനെ നമ്മുടെ ട്രെയിൻ എടുക്കാനായിട്ട് പോവാണ് കേട്ടോ. നമ്മൾ പപ്പായോടൊക്കെ യാത്ര ചോദിച്ച് നമ്മൾ അങ്ങനെ കേരളം വിടുകയാണ്. പുള്ളൂ നമ്മുടെ ട്രെയിൻ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവായ്ക്കും കൂടെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ആ ഒരു ഫുൾ സൈഡ് നമുക്ക് തന്നെ ആയിരുന്നു കേട്ടോ. ആ ഒരു സീറ്റ് ഫുൾ നമുക്ക് തന്നെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും അപ്പർ ബർത്തിൽ കുഞ്ഞുങ്ങൾ സേഫായിട്ട് അവിടെ ഇരുന്ന് കഴിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ട്രെയിനിൽ കയറിയപ്പോൾ തന്നെ മോളിൽ പോയി അവിടെ അങ്ങ് സ്ഥാനം ഉറപ്പിച്ചു. പിന്നെ അവരെണ്ണി കളിയൊക്കെ ആയിരുന്നു അവിടെയൊക്കെ. പുറത്ത് നല്ല വ്യൂസ് നല്ലതായിരുന്നു കേട്ടോ. കാണാനൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിരുന്നു. അധികമൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം ഗ്ലാസ് ആയിരുന്നു, AC-ക്കകത്തായിരുന്നതുകൊണ്ട് തന്നെ കുറേ പരിമിതികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അവിടെ തന്നെ ഒരു ആൻറ്റി ഉണ്ടായിരുന്നു കേട്ടോ. ആ ആൻറ്റി മധുരയിലാണ് ഇറങ്ങുന്നത്. ആൻറ്റി ബാങ്ക് മാനേജറാണ്. ട്രാൻസ്ഫർ കിട്ടിയിട്ട് മധുരയിലോട്ട് പോവാണ് കേട്ടോ. കുഞ്ഞുങ്ങൾ പെട്ടെന്ന് ആൻറ്റിയായിട്ടങ്ങ് കമ്പനിയായി. അങ്ങനെ നമ്മൾ വെളുപ്പിന് ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എഗ്മോർ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവിടെ ആയിരുന്നു ലാസ്റ്റ് സ്റ്റേഷൻ. അങ്ങനെ അച്ഛൻ നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് വന്നു. ഇത് കൊള്ളാം കേട്ടോ, രാത്രി ഇങ്ങനെ കിടക്കാൻ. അങ്ങനെ നമ്മൾ ഇനി നമ്മുടെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഇവിടുന്ന് ഒരു അതായത് എഗ്മോർ സ്റ്റേഷനിൽ നിന്ന് ഒരു 3/4 മണിക്കൂർ യാത്രയുണ്ട് നമ്മുടെ വീട്ടിലേക്ക് വരാനായിട്ട്.
അപ്പം നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് നമ്മളിനി നമ്മുടെ വീട്ടിലേക്ക് പോകാൻ പോവാണ്. അങ്ങനെ നമ്മുടെ വീടെത്തി. നമ്മൾ വീട്ടിലേക്ക് കയറുകയാണ്. നല്ല വീടാണ്. എനിക്ക് അത്യാവശ്യം നല്ല സേഫായിട്ടുള്ള വീടാണ്. കാരണം ഗേറ്റും ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ പുതിയ വീട്ടിൽ ആദ്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ദിവസം നമ്മൾ ചെന്നപ്പോൾ നമുക്ക് ഗ്യാസൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ഗ്യാസൊക്കെ ഫിറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ പാൽ തിളപ്പിക്കുകയാണ് കേട്ടോ. അപ്പം പുതിയതായിട്ടൊരു വീട്ടിലേക്ക് കയറുകയല്ലേ, അപ്പം പാലൊക്കെ തിളപ്പിച്ച് ഞങ്ങൾ ചായയൊക്കെ ഇട്ട് കുടിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ചെന്നൈയിൽ ട്രാവൽ വ്ലോഗ് ഇവിടെ തീരെയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണം കേട്ടോ. തുടർന്ന് ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പം ഇനി അടുത്തൊരു പുതിയ വീഡിയോയുമായി കാണുന്നവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. ഇറ്റ്സ് ആൻസി ജേക്കബ്.